നിന്റെ ദിവസത്തിന്റെ 8 മണിക്കൂറാണ്, കാൽഭാഗമാണ് സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ ചെയ്തോ, കുഴപ്പമില്ല. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയാൽ നിനക്കതാണ് ഉത്തമം. നിന്റെ കാൽഭാഗത്തെക്കാളും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയാൽ അതാണ് നിനക്ക് ഉത്തമമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് സ്വഹാബി പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്നാൽ എന്റെ ജീവിതത്തിന്റെ പകുതി ഭാഗം സ്വലാത്തിന് വേണ്ടി ഞാൻ നീക്കി വെക്കട്ടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് പകുതി ഭാഗമാണ് നീ സ്വലാത്ത് ചൊല്ലുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇതിനേക്കാളും കൂടുതൽ നീ സ്വലാത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ അതാണ് നിനക്ക് നല്ലത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുമ്പോഴാണ് ആ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ റസൂലല്ലാഹ്, എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവിതം മുഴുവനും അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി മാറ്റിവെക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞു കൊടുക്കുന്നത്. ഇദൻ തുഖ്ഫാ ഹമ്മുക വതുഗ്ഫറു ദുനൂബുക വതുഗ്ഫറു ദംബുക. നിന്റെ ജീവിതത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാൻ നീ തയ്യാറായാൽ നിന്റെ ജീവിതത്തിൽ പിന്നെ നോ ടെൻഷൻ, ടെൻഷൻ ഫ്രീ ലൈഫ്. ഷുഗർ ഫ്രീ എത്ര പിന്നെ ആൽക്കഹോൾ ഫ്രീ സ്പ്രേകളുണ്ട്, പിന്നെ ഷുഗർ ഫ്രീ ജ്യൂസുകളുണ്ട്. അതേപോലെ ടെൻഷൻ ഫ്രീ ലൈഫ്, ദുഃഖമില്ലാത്ത ജീവിതം, വിഷമമില്ലാത്ത ജീവിതം, സന്തോഷത്തിന്റെ ദിനരാത്രങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്കത് മതി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജീവിത വിജയം എങ്ങനെ ലഭിക്കും? തുഖ്ഫാ ഹമ്മുക, നിന്റെ വിഷമം നിനക്കില്ലാതെയാവും, ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വതുഗ്ഫറു ദംബുക, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് കഅബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു പറഞ്ഞു. ജീവിതം സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കണം, ജീവിതം സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെക്കുമ്പോ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ മുഖമാകെ സന്തോഷിച്ചിട്ട് സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് പ്രസന്നമായിരിക്കുകയാണ്. നബി തങ്ങളുടെ മുഖം ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടി. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ട്. വഅസാരീറു വജ്ഹിഹി